ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സംവിധാനം എവിടെ നിങ്ങൾക്ക് അറിയാമോ? ഇന്ത്യയിലെയും ഫിൻലാൻഡിലെയും വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ സിസ്റ്റം തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇന്ത്യയിൽ റാങ്കും മാർക്കുമാണ് നോക്കുന്നത്. ഫിൻലാൻഡിലാണ് സ്കില്ലും ഹാപ്പിനെസ്സുമാണ് ഫിൻലാൻഡിൽ നോക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സംവിധാനം എവിടെ നിങ്ങൾക്ക് അറിയാമോ? ആ രാജ്യം എവിടെയാണെന്ന് അറിയെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. ശരിക്കും ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സംവിധാനം ലഭിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഫിൻലാൻഡാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയില് ലോകത്തെ എല്ലാ ആൾക്കാരും പ്രശംസിക്കുന്ന ഫിൻലാൻഡിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുറിച്ചൊന്ന് സംസാരിക്കും. അവിടെ പരീക്ഷകളില്ല, ഹോംവർക്കില്ല, എന്നിട്ടും ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള കുട്ടികൾ. ഇതെങ്ങനെ സാധിക്കും? ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഫിൻലാൻഡിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എത്രത്തോളം ശക്തമാണ്. അത് ചിലപ്പോൾ ഇന്ത്യയെ കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കുന്നു വരെ നിങ്ങൾ ചിലപ്പോൾ ഒന്ന് ആലോചിച്ചു. നമുക്കെന്നാ വീഡിയോയിൽ ഇടുക. ഫിൻലാൻഡ് എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യമാണ്, പക്ഷേ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അവര് വേൾഡിലെ നമ്പർ 1 ആയിട്ട് കാണപ്പെടുന്നു. അവരുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാല് ഒന്ന് കോമ്പറ്റീഷൻ അല്ല, കോർപ്പറേഷൻ ആണ്. പിന്നെ അവർക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻസ് മാർക്കല്ല, ലേണിംഗ് ആണ്, അല്ലെങ്കിൽ അറിവാണ് അവർക്ക് ഏറ്റവും പ്രധാനം. അവിടെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ടീച്ചർ ഓറിയന്റഡ് അല്ല, ഇന്ത്യയിലെ പോലെ ടീച്ചർ ഓറിയന്റഡ് അല്ല, അത് സ്റ്റുഡന്റ് ബേസ്ഡ് ഓറിയന്റഡ്. പിന്നീട് ഫിൻലാൻഡിലെ കുട്ടികൾക്ക് 7 വയസ്സ് ആയതിനു ശേഷം മാത്രമാണ് അവർ സ്കൂളിൽ ചേർക്കുന്നത്. അതിനു മുന്നേ അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ പ്ലേ ബേസ്ഡ് ലേണിംഗ്. പിന്നെ അവർക്ക് സ്ട്രെസ് ഇല്ല സമയത്ത്, അതുപോലെ എക്സാംസും ഇല്ല. അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം പഠിച്ച് കളയരുത്, കളിച്ച് വേണം വളരാൻ എന്നതാണ് അവരുടെ വിശ്വാസം. അതായത് മെയിനായിട്ട് അവർ പറയുന്നത് പഠിച്ചു കുട്ടിക്കാലം കളയരുത്, കളികളിലൂടെ കുട്ടിക്കാലം, അങ്ങനെ വേണം പഠനങ്ങൾ വരാൻ എന്നാണ് അവർ പറയുന്നത്. ഏറ്റവും ഷോക്കിംഗ് ആയിട്ടൊരു കാര്യമുണ്ട് ഫിൻലാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. എന്താണെന്നറിയോ നിങ്ങൾക്ക്? അവിടെ ഇയർ എൻഡ് എക്സാം ഇല്ല, റാങ്ക് സിസ്റ്റമേ ഇല്ല. ഈ ബോർഡ് എക്സാം ഇല്ലേ, സ്കൂൾ അവസാനിക്കുന്നത് വരെ ഇല്ല. അവരുടെ ഹോംവർക്ക് എന്താണെന്നറിയോ? വളരെ കുറവ്, 20 തൊട്ട് 30 മിനിറ്റ്, അത്രയും പോലും വേണ്ട ചെയ്തു തീർക്കാൻ വേണ്ടി. അതുകൊണ്ട് ഏറ്റവും ഗുണം എന്താ? കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ വലിയ സ്ട്രെസ് എടുത്ത് തലേ വെക്കണ്ട. അവിടുത്തെ കുട്ടികൾക്ക് സ്കൂൾ കഴിഞ്ഞാൽ പഠിക്കാനും കുടുംബത്തോടൊപ്പം ചിലവഴിക്കാനും ഇഷ്ടംപോലെ സമയം. ഫിൻലാൻഡില് ടീച്ചർ ആകുന്നത് ഈ ഡോക്ടർ ആകുന്നതിലും വളരെ പാടാണ്. അവിടെ ഏറ്റവും പാടുള്ള പണി എന്ന് പറഞ്ഞാൽ ടീച്ചറാണ്. കാരണം ടീച്ചർ ആകണമെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി നിർബന്ധമാണ്. പിന്നീട് അവിടെ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കിട്ടുന്ന ഒരു ജോലിയാണ് ടീച്ചിങ് എന്ന ജോബ്. അവിടെ ടീച്ചർമാർക്ക് വളരെ സാലറി കൂടുതലാണ്. പിന്നീട് അവിടെ ടീച്ചർമാർക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ പഠിപ്പിക്കാൻ. വളരെ സിമ്പിൾ ആയിട്ട് ഒരു സിലബസ് ആയിരിക്കും. ഫിൻലാൻഡിൽ വേറൊരു കാര്യമുണ്ട്. കാരണം ഈ ക്ലാസ് റൂം വളരെ ഫ്രണ്ട്ലിയാണ്. അവിടെ ടീച്ചർ സ്റ്റുഡന്റ് അവർ തമ്മിൽ നല്ലൊരു ബന്ധമായിരിക്കും. അപ്പം അങ്ങനെ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നീട് അവിടെ യൂണിഫോം എന്ന് പറഞ്ഞാൽ കമ്പൽസറി അല്ല. പിന്നീട് ഏറ്റവും വലിയൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി, ഇത് കുട്ടികളെ കമ്പയർ ചെയ്യുകയില്ല. കാരണം ഇന്ത്യയിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് നോക്കുവാണെങ്കിൽ കുട്ടികളെ കമ്പയർ ചെയ്യും. അങ്ങനെ തന്നെ അപ്പോൾ തന്നെ അവർക്ക് ഒരു ഞാൻ കുറഞ്ഞ ഒരാളാണോ, അല്ലെങ്കിൽ എനിക്ക് കഴിവുകളില്ലേ എന്ന് ആ ഒരു ചിന്താപ്രായത്തിൽ തന്നെ വളർന്നു വരും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ കുട്ടികളെ അങ്ങനെ കമ്പയർ ചെയ്യാറേ ഇല്ല. അവർ വിശ്വസിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഓരോ കുട്ടിയും യുണീക്കാണ്, ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അത് വളരെ നല്ലൊരു കാര്യമാണ്. ആരുടെ മേളിലും ഒരു കാര്യങ്ങളും അടിച്ചമർത്താൻ വേണ്ടി നോക്കുന്നില്ല. വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ശരിക്കും ഞെട്ടും. ഫിൻലാൻഡില് മെയിനായിട്ട് എഡ്യൂക്കേഷൻ മോസ്റ്റ്ലി ഫ്രീ ആണ്. അവിടെ ട്രാൻസ്പോർട്ട്, ഫുഡ്, ടെക്സ്റ്റ് ബുക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് നൽകുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ പേരൻസിന്റെ പുറത്ത് എക്സ്ട്രാ ഒരു ബേർഡനും കാര്യങ്ങളൊന്നും വരുന്നില്ല, അവർ ഫ്രീ ആയിരിക്കും. ഇന്ത്യയിലെയും ഫിൻലാൻഡിലെയും വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ സിസ്റ്റം തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇന്ത്യയിൽ എക്സാം ഓറിയന്റഡ് ആണ്, ഫിൻലാൻഡിൽ എക്സാംസ് ഇല്ല, അവിടെ ലേണിംഗ് ഓറിയന്റഡ് ആണ്. ഇന്ത്യയിൽ റാങ്കും മാർക്കുമാണ് നോക്കുന്നത്, ഫിൻലാൻഡിലാണെങ്കിൽ സ്കില്ലും ഹാപ്പിനെസ്സുമാണ് ഫിൻലാൻഡിൽ നോക്കുന്നത്. ഇന്ത്യയിൽ ഹെവി സിലബസ് ആണ്, പക്ഷെ ഫിൻലാൻഡ് എന്ന് പറയുമ്പോൾ ലൈറ്റ് ആയിരിക്കും, പക്ഷെ ഡീപ്പ് ലേണിംഗ് ആയിരിക്കും. അപ്പോൾ ആവശ്യമുള്ളത് കുട്ടികൾക്ക് തിരഞ്ഞെടുത്ത് പഠിക്കും. ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം കുറച്ചുകൂടെ സ്ട്രെസ്ഫുൾ ആണ്. ഫിൻലാൻഡിൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഫ്രീ ആണ്, സ്ട്രെസ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ഫിൻലാൻഡ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ മാർക്കെല്ലാം അല്ല, കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗുഡ് ടീച്ചേഴ്സ് ഈസ് ഈക്വൽ ടു ഗുഡ് ഫ്യൂച്ചർ എന്നാണ് ഫിൻലാൻഡ് പറയുന്നത്. ഇന്ത്യയിൽ ഇതുപോലുള്ള മാറ്റങ്ങൾ വരണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.